സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തെ ശേഷം ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുമ്പോൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്. ബിജുത്തേട്ടൻ്റെ കല്യാണമാണ് ഇന്ന്. അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജിലാണ് ആദ്യമായിട്ട് ബിജുത്തേട്ടൻ കാണുന്നത്. അതായത് ബിജുത്തേട്ടൻ എന്ന് പറയുന്ന ആരാന്ന് ഫസ്റ്റ് പറഞ്ഞാൽ, ബിജുത്തേട്ടൻ നമ്മുടെ എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ടാണ്. ബിജുത്തേട്ടൻ, അഭിയേട്ടൻ, അരുണ ചേച്ചി ഇവരിനൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് അതായത് സിസ്റ്ററിൻ്റെ മാരേജിന്. അതിന് ശേഷം ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അപ്പം ഞങ്ങൾ ഇപ്പം എല്ലാവരും കൂടിയിട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും മീനും മാത്രമേ പോണുള്ളൂ. വൈകുന്നേരം ഉമ്മ വരാമെന്ന് പറഞ്ഞപ്പോൾ ശരി ഞങ്ങൾ രണ്ടുപേരാണ് പോണത്. തറവാട്ടിൻ്റെ മാമി ആൻറ്റിയും എല്ലാവരും സമുണ്ട്, ആൻറ്റിയുണ്ട്, മാമിയുണ്ട്. അങ്ങനെ നമ്മൾ 10:30ക്കാണ് അവിടെ മുഹൂർത്തം. അവർക്ക് പിന്നെ മുഹൂർത്തമൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കെട്ടേണ്ട ടൈമിൽ എത്തിയിട്ടുണ്ടായതല്ല. അവർ കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തേക്ക് കൊണ്ടുവരുന്ന നേരത്ത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നോക്കുന്നത് നേരത്ത് പാടം മൊത്തം പാർക്കിംഗ് ഏരിയ പോലെ ആക്കിയിരിക്കുന്നു. ഒന്നാമത്തും നല്ല ചൂടായതുകൊണ്ട് നല്ല രസം ഉണ്ടായതുകൊണ്ട് പാർക്ക് ചെയ്തപ്പോൾ അങ്ങനെ കല്യാണം ചെക്കനും പെണ്ണും മണ്ഡപത്തേക്ക് വരുന്ന ആ ഒരു കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ഇരിക്കാനും സീറ്റ് ഇല്ല, നിൽക്കാനും ഇല്ലാത്ത പോലെയായിരുന്നു. ആകമത്തെ ചൂടായത് കൊണ്ട് ഇവിടെയൊക്കെ നിൽക്കണ നേരെ ഒരു 12 ആ ഒരു ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എൻ്റെ കുറേ നാളത്തെ ശേഷമാണ് ഇങ്ങനെ ഒരു അടിപൊളി സദ്യ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യ. അങ്ങനെ പായസം കുടിച്ച വീഡിയോ, അതായത് കഴിച്ച വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് കയറിയപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്താ ഫുഡ് കഴിക്കാൻ പോലും ഇത്ര തിരക്കില്ല. ഫുഡ് കഴിച്ചു ഫോട്ടോ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. റിസപ്ഷന് പോകണ്ടേ ഉള്ളൂ. അപ്പം നമ്മൾ പാടത്ത് പാർക്ക് ചെയ്ത വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ്. നല്ല സുഖം ഉണ്ടായിരുന്നു, പറയാതിരിക്കും വയ്യ. നല്ല സുഖം ഉണ്ടായിരുന്നു ഈ ഒരു വേനൽക്കാലത്ത് പാടത്ത് പാർക്ക് ചെയ്ത കാറിൻ്റെ ഉള്ളിൽ കയറുക എന്ന് പറയുന്നത്. കാറിനുള്ളിൽ കയറിയപ്പോൾ ആകെ മൊത്തത്തിലൊരു വെപ്രാളമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആ ഒരു വെപ്രാളം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ സോഡ കുടിക്കാൻ വേണ്ടി കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നാരങ്ങ സോഡ കുടിച്ച് ചില്ലായി. തൽക്കാലം ഒരു സമാധാനം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ വീഡിയോസിൽ പറയും പോലെ തന്നെ ഭയങ്കര ചൂടാണ് പാലക്കാട്. നിങ്ങളുടെയൊക്കെ അവിടെ എന്താണ് അവസ്ഥ? അപ്പം നമ്മൾ രാവിലത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം എത്തിയുള്ളൂ. എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഫാൻ ഇട്ടതുകൊണ്ട് നല്ല ശബ്ദം ഉണ്ടാവും. അപ്പം ആകെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ പോരാഞ്ഞിട്ടത് എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പം വൈകുന്നേരത്തെ റിസപ്ഷനാണ്. എനിക്കിപ്പോഴും ക്യാമറയ്ക്ക് നോക്കണോ എന്നെ നോക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഒന്നാമത് നല്ല ചൂടായത് കാരണം ഓഡിറ്റോറിയം ഫുൾ ചൂടായിരുന്നു. ഫാനൊന്നും അധികം ഒരു സുഖമില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ തന്നെ അധികം നേരം നിൽക്കാനൊന്നും പോയില്ല. അപ്പോൾ നമ്മൾ വേഗം പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നു. ഫുഡ് കഴിച്ച് സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് വന്നത്. ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ കല്യാണ വിശേഷങ്ങൾ അതാണ്. പാവം ചെക്കൻ്റെ പെണ്ണിൻ്റെ അവസ്ഥ ആലോചിച്ച് ഭയങ്കര സങ്കടം തോന്നണം. കാര്യം അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഫുഡ് കഴിച്ചതൊക്കെ ഒഴുകിയിട്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം റിസപ്ഷൻ്റെ പരിപാടിയാണ്. റിസപ്ഷന് നമ്മൾ ഒരു 5 മണി 4 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ കല്യാണം നടന്ന ഭാഗത്തല്ല, വേറെ ഭാഗത്ത്. അങ്ങനെ വൈകുന്നേരം ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് ഞാനെല്ലാം റെഡിയായി. ഇതാണ് എൻ്റെ റിസപ്ഷൻ ഔട്ട്ഫിറ്റ് എന്നാണ് പറയുന്നത്. വെറുതെ ഒരു പ്രഹസനം മാത്രം. അങ്ങനെ നമ്മൾ എല്ലാവരും റെഡിയായി നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലത്തെ ഓഡിറ്റോറിയത്തിൽ നിന്ന് വെച്ചല്ല, നമ്മൾ വൈകിട്ട് വേറെ ഭാഗത്താണ് റിസപ്ഷൻ അവർ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ പെരിയത്ത് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മയുണ്ട്, ഉമ്മയുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു റിസപ്ഷന്. അങ്ങനെ ഫോട്ടോസ് എടുത്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി.
ഫുഡിന് എന്തൊക്കെയായിരുന്നു, ബിരിയാണി, പൊറോട്ട, കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. രാവിലത്തെ ഐസ്ക്രീം കിട്ടിയത് കുറവായത് സങ്കടത്തിൽ വൈകുന്നേരം അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ താഴെ ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് നമ്മൾ പാട്ട് വെച്ചിട്ട് അവിടെ ഉള്ളവരൊക്കെ, അതായത് ചെക്കൻ്റെ ഫ്രണ്ട്സ് ഒന്ന് അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെക്കൻ്റെ, അതായത് ബിജിത്തേട്ടൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ആ ഒരു വൈബിൽ നിൽക്കണവരാണ് അവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. പാപ്പോക്കെ ഉണ്ട്, അതുപോലെ തന്നെ അഭിയേട്ടനുണ്ട്, പിന്നെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. അങ്ങനെ ചെക്കൻ ഭയങ്കര വൈബായിരുന്നു, ഡാൻസ് ഒക്കെ കളിച്ച്. ലാസ്റ്റ് അവരിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വൈബ് അടിക്കുകയാണ് ഗൈസ്. അപ്പം ഇങ്ങനെയൊക്കെയല്ല കല്യാണോ വല്ല പരിപാടിയൊക്കെ വന്നാൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ അവിടെ അടിച്ചു പൊളിക്കാൻ നമ്മളൊന്നും പോയില്ല. നമ്മളിവിടെ വെറും വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറായിട്ടിരുന്നു. കുറേ വിളിച്ചു, പക്ഷെ ഞങ്ങൾ പോയില്ല. എന്തോ ഒരു ഞങ്ങൾ ഇൻവെർട്ടറാണ്, ഗീതു പറഞ്ഞ പോലെ ഇൻട്രോവേർട്ടാണ് ഞങ്ങളൊക്കെ വെറുതെ. അപ്പം നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഒരു 7:30-8 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. വ്ളോഗ് എന്ന് പറയാനുള്ള ഒരു ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.